അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്ന് നമുക്ക് യാസീനെ കുറിച്ച്, പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. ആ യാസീനെ കുറിച്ച് നമുക്കൊരു പാട്ട് പാടണം, ചെയ്യണം. ആ യാസീന്റെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കണം, അല്ലേ? ഈ ഖുർആൻ, പരിശുദ്ധ ഖുർആനില് എത്ര അധ്യായങ്ങളുണ്ടെന്നറിയാവോ? 114. എത്ര? 114. ഒന്നാമത്തെ അധ്യായം നമുക്കറിയാം, ഒന്നാമത്തെ സൂറത്തുൽ ഫാത്തിഹ. അവസാനത്തെ സൂറത്ത് നമുക്കറിയാം, സൂറത്തുൽ നാസ്, അല്ലേ? നമുക്കറിയാം. പക്ഷേ 36ാമത്തെ ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. എത്രാമത്തെ സൂറത്താ? 36. സൂറത്ത് യാസീൻ. പരിശുദ്ധ ഖുർആനിലെ യാസീനില് ഓരോ സൂറത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. ഓരോ സൂറത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. അപ്പം പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ എന്ന് പറയുന്നത് ഖൽബിൽ ഖുർആനാണ്. അതായത് എന്താണ് പറയുന്നത്? ഖൽബിൽ ഖുർആനിന്റെ ഹൃദയം. ഖൽബ് എന്ന് പറയുന്നത് എന്താണ്? ഹൃദയം. ഖൽബ് ഖാഫാണ്, 2 പുള്ളിയുള്ള കാഫില്ലേ, അല്ലേ? മഹാദേശം ആ കാഫ് മാറി മറ്റേ കാഫിലേക്ക് അത് ഖൽബെന്നാവും. ഖൽബ് എന്ന് പറയാൻ നായ എന്നർത്ഥം, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചത് നല്ലോണം ഉച്ചരിക്കണം. എങ്ങനെ? ഖൽബിൽ ഖുർആൻ. എന്താണ്? ഖുർആനിന്റെ ഹൃദയം, അല്ലേ? അപ്പൊ ഖുർആനിന്റെ ഹൃദയമായ യാസീനെ നമ്മളെല്ലാവരും പഠിച്ചിരിക്കണം. കാരണം എന്താണെന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചൊരു കാര്യമാണ്, എൻ്റെ സമുദായത്തിലെ എല്ലാ വ്യക്തികളുടെ ഖൽബിലും എന്ത് വേണം? സൂറത്ത് യാസീൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന്. ആരാഗ്രഹിച്ചതാ? മുത്തുനബി സല്ലല്ലാഹു. അപ്പൊ ആ മുത്തുനബിയുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ, അല്ലേ? അപ്പൊ നമ്മളെല്ലാവരും എന്ത് പഠിക്കണം? സൂറത്ത് യാസീൻ പഠിക്കണം. അങ്ങനെ സൂറത്ത് യാസീൻ പഠിക്കാത്ത നമ്മുടെ മുൻഗാമികളിൽ ആരും ഉണ്ടാവത്തില്ല. എല്ലാവരും എന്ത് പഠിക്കുമായിരുന്നു? യാസീൻ. നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് യാസീൻ, അല്ലേ? നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കുക? സൂറത്ത് യാസീൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് സൂറത്ത് യാസീനെ കുറിച്ച് ഒരുപാട് പഠിക്കണ്ടേ? അപ്പൊ ഞാനൊരു പാട്ടൊന്ന് പാടുകയാണ്, കേട്ടാണല്ലോ. പാട്ട് പാടട്ടെ? യാസീൻ എന്നൊരു സൂറത്തുണ്ട് പരിപാവനമാം ഖുർആനിൽ. യാസീൻ എന്നൊരു സൂറത്തുണ്ട് പരിപാവനമാം ഖുർആനിൽ. ഖുർആനിന്റെ ഹൃദയമതാണെന്നരുളുകയായി നബി തിരുനാവിൽ. ഖുർആനിന്റെ ഹൃദയമതാണെന്നരുളുകയായി നബി തിരുനാവിൽ. ഒന്ന് പാടിയേ. യാസീൻ എന്നൊരു സൂറത്തുണ്ട് പരിപാവനമാം ഖുർആനിൽ. ഖുർആനിന്റെ ഹൃദയമതാണെന്നരുളുകയായി നബി തിരുനാവിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് സൂറത്ത് യാസീൻ എന്താണ്? പരിശുദ്ധ ഖുർആന്റെ ഹൃദയമാണെന്ന്, ഇല്ല? ഇനി ഓതുകയായി നാം യാസീനെന്നും അദബുകളെല്ലാം പാലിച്ച് ഓതുകയായി നാം യാസീനൊന്ന്. ഒരു യാസീൻ ഓതുക. ഓതുകയായി നാം യാസീനൊന്ന് അദബുകളെല്ലാം പാലിച്ച് ഖത്തം 10 ഓതുന്നത് പോലാണെന്ന് ഹദീസിൽ വാദിച്ച്. ഖത്തം 10 ഓതുന്നത് പോലാണെന്ന് ഹദീസിൽ വാദിച്ച്. അപ്പം യാസീൻ, ഒരു യാസീൻ നമ്മൾ നല്ല അദബുകൾ പാലിച്ച്, അതിന്റെ തജ്വീദിന്റെ നിയമങ്ങൾ പാലിച്ച്, അല്ലെ? ഖുർആൻ ഓതുമ്പോൾ എന്ത് വേണം? തജ്വീദിന്റെ നിയമങ്ങൾ പാലിച്ച്. വറത്തിലിൽ ഖുർആന തർത്തീല എന്ന് സൂറത്ത് മുസമ്മിലുണ്ട്, അല്ലേ? നിങ്ങൾ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ഓതുമ്പോൾ തജ്വീദിന്റെ നിയമങ്ങൾ പാലിച്ച് ഓതണമെന്ന് ഖുർആനിൽ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്, അല്ലേ? അങ്ങനെ അദബുകൾ, അതിന്റെ നിയമവശങ്ങളെല്ലാം പഠിച്ച്, ശരിക്കും മഖ്റജുകൾ ഉച്ചരിച്ച്, അതേപോലെ അതിന്റെ സിഫത്തുകൾ പഠിച്ച്, നല്ല തജ്വീദിന്റെ കുറെ നിയമങ്ങളില്ലേ, ഇഖ്ഫാ, ഇൽഹാർ, ഇഖ്തിലാബ് ഒക്കെ ഇല്ല, ഇതാമ്പിയൊക്കെ ഇല്ല, അപ്പൊ മദ്ദുകളൊക്കെ ഇല്ലയോ, നീട്ടുന്നതൊക്കെ. അപ്പൊ ഇതെല്ലാം പഠിച്ച് അതിന്റെ അദബുകൾ പാലിച്ച് നല്ല ഓതോടുകൂടി നല്ല വൃത്തിയായിട്ട് ഒരു യാസീൻ നമ്മൾ ഓതിയാൽ ഖത്തം 10 ഓതുന്നത് പോലാണെന്ന് ഹദീസിൽ വാദിച്ച് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് വന്ന വാക്കുകൾക്കല്ലേ ഹദീസ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ 10 ഖത്ത ഓതുന്നതിന് കൂലി നിങ്ങൾക്ക് കിട്ടും. 10 ഖത്ത ഓതിയതിന് 10 ഖത്ത എന്താ പറയാ?
സൂറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫാത്തിഹ മുതൽ നാസ് വരെ ഓതുമ്പോൾ ഒരു ഖത്താവുന്നത്. പക്ഷെ 10 ഖത്തത്തിന്റെ കൂലി കിട്ടും. പക്ഷെ നിങ്ങൾ എന്ത് വേണം? അതിന്റെ അദബുകൾ പാലിച്ച് ഓതണം. ഒരു യാസീൻ ഓതിയാ കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ അത്രയ്ക്ക് സൂക്ഷിച്ച് നമ്മൾ അദബുകൾ പാലിച്ച് തന്നെ ഓതണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ഓതുകയാം ഒന്ന് പാടിയേ. ഓതുകയായി നാം യാസീൻ ഒന്ന് അദബുകളെല്ലാം പാലിച്ച് ഹത്തം പത്തോതുന്നത് പോലാണെന്ന് ഹദീസിൽ വാദിച്ചു. യാസീൻ ഓതുന്നവർക്ക് കിട്ടുന്ന നേട്ടം അറിയണ്ടേ? യാസീൻ എന്നും ഓതുന്നവരെ ടെൻഷൻ പിടികൂടാറില്ല. യാസീൻ എന്നും ഓതുന്നവരെ ടെൻഷൻ പിടികൂടാറില്ല. ചില ആളുകൾക്ക് എപ്പോഴും വെപ്രാളോ വിഷമോ ബേജാറാ. ആ ബേജാറ് അങ്ങനെ അതിനുള്ള കാര്യത്തിൽ എന്താ പറയും? ടെൻഷൻ എന്താ പറയും? അറബി ഇംഗ്ലീഷ് പറയുന്നത് എന്താണ്? ടെൻഷൻ മാറും. അപ്പൊ ടെൻഷൻ ഇല്ലാതെ എപ്പോഴും മനസ്സിന് സന്തോഷം കിട്ടാനുള്ള ഒരു സൂറത്താണ് ഏത് സൂറത്ത്? വിശ്വാസിയായ മനുഷ്യൻ രാവിലെ ഒരു യാസീൻ ഓതിയ വൈകുന്നേരം വരെ സന്തോഷമായിരിക്കും. വൈകിട്ട് ഒരെണ്ണം ഓതിയ നേരം വെളുക്കുന്നവരെയും എന്തായിരിക്കും? സന്തോഷം. മനസ്സിന് നല്ല ഹാപ്പി ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ സന്തോഷം കിട്ടാൻ വേണ്ടിയുള്ള സൂറത്ത് ഏതാണ്? ഏത് സൂറത്താ? അനി അപ്പൊ അതാ. അപ്പൊ പറഞ്ഞെന്താണ്? പാട്ടൊന്ന് പാടിയേ. യാസീൻ എന്നൊരു സൂറത്തുണ്ട് പരിപാലനം ഖുർആനിൽ. ഖുർആനിന്റെ ഹൃദയമതാണെന്നരുളുകയാ നബി തിരുനാവിൽ. ഓതുകയാ നാം യാസീൻ ഒന്ന് അദബുകളെല്ലാം പാലിച്ച് ഹത്തം പത്തോതുന്നത് പോലാണെന്ന് ഹദീസിൽ വാദിച്ച്. യാസീൻ എന്നും ഓതുന്നവരെ ടെൻഷൻ പിടികൂടാറില്ല. ആവശ്യങ്ങൾ പൂവണിയേണ്ടവരാരും ഒഴിവാക്കാറില്ല. കണ്ട വലിയൊരു പോയിന്റ് അവിടെ പറഞ്ഞ്. ആവശ്യം നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ നേടാനുണ്ട് അല്ലേ? നമ്മുടെ ഹാജത്തുകൾ വീടാനുണ്ട് അല്ലേ? നമ്മുടെ അതൊക്കെ നടക്കണമെങ്കിൽ ഏത് കാര്യത്തെ നമ്മൾ മുറുകെ പിടിച്ചാൽ മതി? യാസീൻ ഓതിയാ മതി. യാസീൻ ഓതുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരുക. എല്ലാ കാര്യങ്ങളും ഏതുകൊണ്ട്? പരിശുദ്ധ ഖുർആനിന്റെ ഹക്കുണ്ട്. എന്തുകൊണ്ടാ? ആ ഖുർആനിൽ പെട്ടതാണ് ഖൽബിൽ ഖുർആനായ സൂറത്ത് യാസീന്റെ ഹക്കുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ആ പാട്ടൊന്ന് പാടി. യാസീനെന്നും ഓതുന്നവരെ ടെൻഷൻ പിടികൂടാറില്ല. ആവശ്യങ്ങൾ പൂവണിയേണ്ടവരാരും ഒഴിവാക്കാറില്ല. ഇനി പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇനി വലിയൊരു സംഭവം പറയുന്നത്. അതായത് മരണം ആസന്നമായവരുടെ അടുത്ത് വെച്ച് യാസീൻ ഓതാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. മരണം ആസന്നം വരുന്നാൽ ഒരാൾ മരിക്കാൻ പോവാൻ നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്തോ ഓതണം? യാസീൻ ഓതണം. അതിനെപ്പറ്റി നമ്മളിപ്പോ പറയാൻ പോകുന്നത് നോക്കിക്കോ. മരണം കണ്ടാൽ വിശ്വാസികളെ യാസീൻ ഓതുക ചാരത്ത്. എന്താ പറഞ്ഞ? മരണം കണ്ടാൽ വിശ്വാസികളെ യാസീൻ ഓതുക ചാരത്ത്. ശൈത്താന സന്നിധിയിൽ നിന്നും ഓടിയൊളിക്കും ദൂരത്ത്. ശൈത്താന സന്നിധിയിൽ നിന്നും ഓടിയൊളിക്കും ദൂരത്ത്. അവിടെ പറഞ്ഞ എന്താണെന്നറിയോ? നമ്മളെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന, നമ്മളെ വഴികേടിലാക്കുന്ന, നമ്മളെ നരകത്തിൽ കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ് ആര്? ശൈത്താന്റെ ഭാഗത്ത്. ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നേ? അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെപ്പോഴും നമ്മുടെ ശൈത്താന്റെ ശർറ് ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ? പക്ഷെ ഏറ്റവും കൂടുതൽ അവൻ പണിയുന്ന എപ്പോഴാണെന്നറിയാവോ? നമ്മൾ മരിക്കാൻ കിടക്കുന്ന സമയത്താണ്. നമ്മുടെ ഈമാൻ തെറ്റിക്കാൻ വരുന്ന ആരാണ്? ശൈത്താൻ. അപ്പൊ ആ ശൈത്താൻ വന്ന് നമ്മളെ വഴികേടിലാക്കി നമ്മളെ നശിപ്പിച്ച് ഈമാൻ നഷ്ടപ്പെടുത്തി മരിപ്പിക്കുന്നതിലൊക്കെ രക്ഷപ്പെടുത്തുന്ന ഒരു സൂറത്താണ്. ഏത് സൂറത്ത്? അതാ പറഞ്ഞേ, മരണം കണ്ടാൽ വിശ്വാസികളെ യാസീൻ ഓതുക ചാരത്ത്. ശൈത്താൻ സന്നിധിയിൽ നിന്നും ഓടിയൊളിക്കും ദൂരത്ത്. ശൈത്താൻ ഖുർആൻ ഓതുന്നത് കാണുമോ? ഇല്ല, ഓടിക്കളയും. എന്ത് ചെയ്യും ശൈത്താൻ? ശൈത്താൻ ഓടിക്കളയും. ശൈത്താൻ എന്താവും? ഓടിക്കളയും. അപ്പൊ എന്നല്ലോ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് അടുത്ത വരി പറയുന്നത് എന്താണ്? കൂടാതെ അവിടെ ഇറങ്ങും അംലാ കുന്നിന് പിറകെ ഒന്നായി. കൂടാതെ അവിടെ എന്ന് പറഞ്ഞേ, കൂടാതെ അവിടെ ഇറങ്ങും അംലാ കുന്നിന് പിറകെ ഒന്നായി. മലക്കുകൾ ഇങ്ങനെ വരിവരിയായി അല്ലാഹു തആല ഇറക്കും. എവിടെ ഇറക്കും? പരിശുദ്ധ ഖുർആൻ ഓതുന്നിടത്തും, പ്രത്യേകിച്ച് ഈ ആസന്ന മരണമായി കിടക്കുന്ന വ്യക്തി എടുത്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമല്ലയോ മരിക്കാൻ പോകുന്ന വിഷയം അല്ലെ? അപ്പൊ അവിടെയാണ് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതിന് മുമ്പ് ആരിറക്കും?
അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കളെ ഇറക്കും. എന്താ അവിടെ അതാ അങ്ങനെ പറഞ്ഞ കൂടാതെ അവിടെ ഇറങ്ങും അംലാക്കൊന്നിന് പിറകെ ഒന്നായി. എത്ര മലക്കൾ ഇറങ്ങുന്നതെന്ന് അറിയാവോ? ആ മലക്കുകൾ ഇറങ്ങുന്നതിന്റെ കണക്ക് വരെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? അക്ഷരമൊന്നിന് 10 മലക്ക് പ്രാർത്ഥനയോടെ വന്നിലയായി. എന്താ പറഞ്ഞത്? അക്ഷരമൊന്നിന് 10 മലക്ക് പ്രാർത്ഥനയോടെ വന്നിലയായി. ഒരു മലക്കല്ല ഇറങ്ങുന്നത്, 10 മലക്കല്ല ഇറങ്ങുന്നത്. ഒരക്ഷരത്തിന് 10 മലക്കിനെ പേര് അള്ളാഹു തആല ഈ യാസീൻ ഓതി കേട്ട് മരിക്കാൻ കിടക്കുന്ന ആ വ്യക്തിയുടെ സമീപത്തിറക്കും. മനസ്സിലായോ? അതൊരു ഭാഗ്യമാണ്. അതെന്താണ്? ഒരു ഭാഗ്യമാണ്. അപ്പൊ എന്താണ്? ആ മലക്കുകൾ എന്തൊക്കെ ചെയ്യുന്നറിയോ? അതാണ് അടുത്ത വരി പറയുന്നത്. സുവനജലം മാന്യനിറുവാൻ വായിലൊഴിച്ചു കൊടുക്കുന്നേ. എന്താ പറയുന്നത്? സുവനജലം അവര് സ്വർഗത്തിലെ പാനീയമായിട്ടാ വരുന്നത്. ആര് വരുന്നത്? അവിടെ ആ സ്വർഗത്തിലെ നേതാവാണ് ഏത് മലക്ക്? ആ മലക്കും കൂടെ സാന്നിധ്യത്തിൽ ഉണ്ടാവും ആ മരിക്കുന്ന വ്യക്തിയുടെ. ആ വ്യക്തിയുടെ വായിലോട്ട് എന്തൊഴിച്ചു കൊടുക്കും? സ്വർഗത്തിലെ വെള്ളം. എന്നാ നോക്കി വന്നോട്ടെ. സുവനജലം. അത് പാടിയേ. എന്നിട്ടോ ദാഹം മുഴുവൻ മാറ്റിയിട്ടവനെ അല്ലാഹു മരിപ്പിക്കുന്നേ. മരണ സമയത്തുള്ള വേദന ആണ് റൂഹിനിങ്ങനെ വലിച്ചൂരിയെടുക്കില്ലയോ? അപ്പൊ വെള്ളത്തിന് ഭയങ്കര ദാഹമായിരിക്കും. സാധാ ദാഹമാണോ ഉള്ളത്? അല്ല. കടലിലെ വെള്ളം മൊത്തം കുടിച്ചാലും തീരാത്ത ദാഹം ഉണ്ടാവും ആ സമയത്തുണ്ടാവും. പക്ഷേ സ്വർഗത്തിലെ ഒരു തുള്ളി വെള്ളം വായിലോട്ട് വീണാൽ എന്തായി മാറി? ദാഹം എല്ലാം മാറി. ദാഹം അല്ലാതെ അതായത് മരണത്തിന്റെ വേദനയും ഈ ദാഹവും എല്ലാം കൊണ്ട് വളരെ വിഷമത്തിലായിരിക്കും ദുർമാർഗികൾ മരിക്കുന്നത്. അതായത് നരകത്തിൽ പോകുന്നവർ മരിക്കുന്നത് എങ്ങനെ? വളരെ വേദന അനുഭവിച്ചു. പക്ഷേ അല്ലാഹു തആല നല്ല ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഭാഗ്യമാണ്. എന്തുവാ? യാസീൻ ഓതിക്കേട്ട് മരിക്കുക. എന്താണ്? അല്ലാഹു തആല ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. കേട്ടോ? എങ്ങനെ മരിക്കണം നമ്മള്? യാസീൻ കേട്ട്. അപ്പൊ മരണമാസന്നമായ എടുത്തുന്നത് യാസീൻ ഓതുമ്പോൾ നേട്ടം പറഞ്ഞത് ഇല്ലേ? എന്താണ്? സുവനജലം മാന്യനിരുവാൻ വായിലൊഴിച്ചു കൊടുക്കുന്നേ. ദാഹം മുഴുവൻ മാറ്റിയിട്ടവനെ അല്ലാഹു മരിപ്പിക്കുന്നേ. ഇനി അടുത്തതോ? ഈ മലക്കുകൾ എന്തൊക്കെ ചെയ്യുമെന്ന് അവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്ത വരിയില് അനുഗമിക്കും നംലാക്കു ജനാസെ. എന്താണ്? പിന്നവനായി നമസ്കരിക്കും. എന്താണ്? അനുഗമിക്കും. ആ വരികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? നമുക്ക് ഈ മലക്ക് യാസീൻ ഓതിയപ്പോ ആരിറങ്ങി? ഒരു കൂട്ടം മലക്കൾ ഇറങ്ങി. ഒരക്ഷരത്തിന് എത്ര മലക്കളാ? 10 മലക്ക് വീതം ഇങ്ങനെ ഇറങ്ങി. അവര് വന്നിട്ട് ഈ മരണപ്പെടാൻ പോകുന്ന വ്യക്തിക്ക് അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം എന്ത് കൊടുത്തു? വെള്ളം കൊടുത്തു. അങ്ങനെ കൊടുത്തു. നല്ല റാഹത്തായിട്ട് എന്തായി? റൂഹ് പിരിഞ്ഞു. സന്തോഷത്തോടെ എന്തായി? റൂഹ് പിരിഞ്ഞു. ആ പിരിഞ്ഞ റൂഹ് സന്തോഷത്തോടെ മാറി നിൽക്കുമ്പോൾ നമ്മുടെ ജനാസ മാത്രം അവിടെ കിടക്കും, മയ്യത്ത് മാത്രം. ഈ മയ്യത്തിനെ കുളിപ്പിച്ച് എന്തായി? പിന്നെ കഫം പൊതിഞ്ഞ് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും? പള്ളിയിലിട്ടു. അതാ അവിടെ പറയാൻ പറ്റുന്നത്. അനുഗമിക്കും നംലാക്ക് ജനാസയെ. ജനാസ എന്ന് പറയുന്നതാ ശരീരത്ത് പൊതിഞ്ഞു കൊണ്ടുപോകത്തില്ല. നമ്മുടെ റൂഹ് പോയി കഴിഞ്ഞാൽ നമ്മളെ മയ്യത്തല്ലേ? ആ മയ്യത്തിന്റെ പേരെന്താ? ജനാസ. അനുഗമിക്കും നംലാക്കു ജനാസയെ ഇന്നവനായി നമസ്കരിക്കും. നമ്മുടെ കൂടെ ആരും നടക്കും? ആ മലക്കുകൾ നടക്കും. ആ മലക്കുകൾ എങ്ങനെയാ കിടക്കും? നമ്മുടെ കൂടെ നമ്മുടെ ജനങ്ങളെ നടന്നു പോത്തില്ലയോ? ആ കൂട്ടത്തിൽ ആരും കാണും? മലക്കുകളും കാണും. അതാണ് അനുഗമിക്കും നംലാക്കു ജനാസെ പിന്നവനായി നമസ്കരിക്കും. മറ ചെയ്യാനും കൂടും നാം ഇത് ബൈളാവിയിൽ വായിക്കും. എന്താണ്? മറ ചെയ്യാനും ഖബറടക്കാനും ആര് കാണും? ഈ മലക്കൾ പിന്നെ അവര് പോകത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ എന്താ പറഞ്ഞത്? അനുഗമിക്കും നംലാക്കു ജനാസെ പിന്നവനായി നമസ്കരിക്കും. മറ ചെയ്യാനും കൂടും നാം ഇത് ബൈളാവിയിൽ വായിക്കും. അതാ അപ്പം മരണം പൂകിയവർക്കായി യാസീൻ ഒന്നോതുന്നത് ഖൈറാണേ. ഇനി പറയാൻ പോകുന്ന വരി എന്താണ്? ഇനി മരിച്ചെല്ലാം കഴിഞ്ഞു, ഖബറടക്കുകയും കഴിഞ്ഞു. ഇനി നമുക്ക് അവർക്ക് വേണ്ടി യാസീൻ എപ്പോഴും ഓതണം. എപ്പോഴും
അതാ പറഞ്ഞത്. ഇനി അടുത്ത വരി, അവസാനത്തെ വരി അതാ പറയുന്നത്. എന്താണ്? മരണം പൂകിയവർക്കായാസീനോതുന്നത് ഖൈറാണ്, കബറാളികളിൽ മൊത്തം അതിനിടെ ഫലമെത്തും തിരുമൊഴിയാണ്. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? മരണം പൂകിയവർക്കായാസീനോതുന്നത് ഖൈറാണ്, കബറാളികളിൽ മൊത്തം അതിനിടെ ഫലമെത്തും തിരുമൊഴിയാണ്. ആ തിരുമൊഴി എന്ന് പറഞ്ഞ ആരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. നിങ്ങൾ മരണം പൂകിയവർക്കായ എന്തുവേണം? നേരത്തെ പറഞ്ഞ എന്താണ്? മരണം ആസന്നമായവർക്ക്, മരിക്കാൻ പോകുന്നവർക്ക് യാസീനും. ഇപ്പൊ പറഞ്ഞ എന്താണ്? മുത്തുനബി മരണപ്പെട്ടവർക്ക് എല്ലാവർക്കും നിങ്ങൾ എന്ത് ചെയ്യണം? യാസീനും. അതിന്റെ ഫലം എല്ലാവർക്കും അള്ളാഹു തആല എത്തിച്ചു കൊടുക്കും. അള്ളാഹു തആല എന്ത് ചെയ്യും? എത്തിച്ചു കൊടുക്കും. അള്ളാഹുവിന് എത്തിച്ചു കൊടുക്കാൻ തടസ്സം വല്ലതും ഉണ്ടോ? ഇല്ല. അള്ളാഹു തആലക്ക് എന്തിനും കഴിവുള്ള, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാണ്. ആര്? അള്ളാഹു തആല. അള്ളാഹുവിന്റെ കഴിവിനെ മനസ്സിലാക്കണം. എങ്ങനെ എത്തുമോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് എത്തിച്ചു കൊടുക്കാനുള്ള കഴിവ് അല്ലേ? നമ്മളിപ്പോ ഒരു മെസ്സേജ് തന്നെ 1000കണക്കിന് മൊബൈലിലേക്ക് എത്തിക്കാൻ സെക്കൻഡ് സമയം മതിയല്ലോ അല്ലേ? അത് മനുഷ്യൻ കണ്ടുപിടിച്ചല്ലോ. ഈ മനുഷ്യൻ, ഈ ബുദ്ധി തന്ന പടച്ചോൻ എന്തെല്ലാം കഴിവുണ്ട്. ലോകത്ത് മൊത്തം എല്ലാം നിയന്ത്രിക്കുന്നവനാരാണ്? അള്ളാഹുവിന്റെ കഴിവിനെ പറ്റി നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ചിന്തിച്ച് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കണം. അപ്പൊ അതിൽ അടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സൂറത്താണ് ഏത് സൂറത്ത്? സൂറത്ത് യാസീൻ. മനസ്സിലായോ? അപ്പൊ ആദ്യമായിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്നുകൂടെ പാടാം. പഠിക്കും. യാസീൻ എന്നൊരു സൂറത്തുണ്ട് പരിപാവനമാം ഖുർആനിൽ, ഖുർആനിന്റെ ഹൃദയമതാണെന്നരുളുകയാണ് നബി തിരുനാവിൽ. ഓതുകയാൽ നാം യാസീൻ ഒന്ന് അദബുകളെല്ലാം പാലിച്ച് ഹത്തം പത്തോതുന്നത് പോലാണെന്ന് ഹദീസിൽ വാദിച്ച്, യാസീൻ എന്നും ഓതുന്നവരെ ടെൻഷൻ വിടുകൂടാറില്ല. ആവശ്യങ്ങൾ പൂവണിയേണ്ടവരാരും ഒഴിവാക്കാറില്ല. മരണം കണ്ടാൽ വിശ്വാസികളെ യാസീൻ ഓതുക ചാരത്ത്, ശൈത്താന സന്നിധിയിൽ നിന്നും ഓടിയൊളിക്കും ദൂരത്ത്. കൂടാതെ വിടയിറങ്ങും അംലാക്ക് ഒന്നിന് പിറകെ ഒന്നായി, അക്ഷരമൊന്നിന് 10 മലക്ക് പ്രാർത്ഥനയോടൊരിലയായി. സുവനജലം ആ മാനരുവാൻ വായിലൊഴിച്ചു കൊടുക്കുന്നേ, ദാഹം മുഴുവൻ മാറ്റിയിട്ടവനെ അല്ലാഹു മരിപ്പിക്കുന്നേ. അനുഗമിക്കുന്ന നമസ്കരിക്കും, മറ ചെയ്യാനും കൂടുനാമിത് ബൈബിളിൽ വായിക്കും. മരണം പൂകിയവർക്കായ കബറാളികളിൽ മൊത്തം അതിനുടെ ഫലമെത്തും തിരുമൊഴിയാണ്. അപ്പൊ യാസീനെ കുറിച്ച് നല്ലൊരു പാട്ട് പഠിച്ചില്ല? അല്ലാഹു തആല നമുക്ക് എന്ന് യാസീൻ ഓതാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. യാസീൻ കൊണ്ട് വിജയിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് പെട്ടെന്ന് ഖുർആൻ ശരീഫ് മുഴുവൻ പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.